നേരത്തെ അറിയിച്ചിരുന്നു. പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തു. തിരിച്ച് ഇനി നിലമ്പൂരിലെത്തി നാമനിർദ്ദേശ പത്രികയിലെ അവസാന വട്ട പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം സ്വാഭാവികമായും ഇന്ന് രാവിലെയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. വലിയൊരു ഒരുക്കം ഇതിനായി നിലമ്പൂരിൽ UDF നേതൃത്വം നടത്തിയിട്ടുണ്ട്. മുതിർന്ന UDF നേതാക്കൾക്കൊപ്പമാവും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുക. എന്തായാലും കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും മുൻ DCC അധ്യക്ഷനും MLA മായ വിൻസനും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാവരും ഇവിടെയുണ്ട്. ഇപ്പോൾ കെ കരുണാകരൻ്റെ പത്നി ശ്രീമതി കല്യാണക്കുട്ടിയമ്മയുടെ സ്മൃതി കുടീരത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും രാവിലെ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്.